പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 3-ാം തീയതിയാണ്. ഒരു മഹാവിശുദ്ധൻ്റെ ഓർമ്മ ദിനമാണ്. ഫ്രാൻസിസ് സേവ്യർ. ഫ്രാൻസിസ് സേവ്യറിൻ്റെ നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ കടലിൽ കുറേ കൺവെൻഷൻ നടത്തിയിട്ടുണ്ട്, 10 കൊല്ലം. അപ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ അതേ സർപ്ലൈസും അതേ സ്റ്റോളും അതേ കുരിശുരൂപം പിടിച്ചാണ് 10 കൊല്ലം ശുശ്രൂഷ ചെയ്യുന്നത്. അത് തീരത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ 2000 ആയി, 90 തൊട്ട് 2000 വരെ. അത് കഴിഞ്ഞാണ് ഞാൻ കൃപാസനത്തിൽ, അന്ന് ഒരു 17 സെൻറ്റ് സ്ഥലം അവിടെ ഉണ്ടായിരുന്നത്, അവിടെ കൊണ്ടുവന്ന് കുരിശ് കുത്തിയതാണ് ഇന്നത്തെ കൃപാസനം നമ്മൾ കാണുന്നത്. അതൊക്കെ മുമ്പ് ഞാൻ ഇവിടെ വരുന്ന മുമ്പ് ചെയ്തൊരു പരിപാടിയുണ്ട്. ഞാൻ ഗോവയിൽ പോയി ഫ്രാൻസിസ് സേവ്യറിൻ്റെ കാസ്കറ്റില്ലേ, ആ വെള്ളിപ്പേടകം, അദ്ദേഹത്തിൻ്റെ 400 കൊല്ലം പഴക്കമുള്ള തിരുശേഷിപ്പ് ഇൻകറപ്റ്റബിൾ ബോഡി അതിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ രക്തജനെ കണ്ട് അനുവാദം വാങ്ങിച്ചിട്ട് ഒരു അലൂമിനിയത്തിൻ്റെ ഏണി വാങ്ങിച്ച് അവിടുന്ന്, എന്നിട്ട് അന്ന് കാസ്കേഡ് 30 അടി മുകളിൽ വെച്ചിരിക്കണവർ. ഇപ്പം ഈ ദിവസങ്ങളിൽ അവരെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് പ്രദർശനം വെച്ച് 12 കൊല്ലം കൂടെ എടുക്കത്തുള്ളൂ. അപ്പം ആ ഏണിയെ കൂടി ഞാൻ കയറി കാലിൻ്റെ ഭാഗത്ത് ആ കാസ്കറ്റിൻ്റെ മോളിയിരിക്കണ കാസ്കറ്റിൻ്റെ അകത്താണ് ബോഡി ഇരിക്കണേ. എൻ്റെ കാലിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് ഏണി വെച്ച് കയറിയിട്ട് ഏണിയെ കൂടി ഞാൻ കയറി, ഒറ്റയ്ക്ക് കയറി. ഭയങ്കര പാടായിരുന്നു. കയറി അവിടെ ചെന്നിട്ട് ഈ കാലിൻ്റെ അവിടെ തൊട്ടിട്ട് തല വെച്ച്, എന്നുവെച്ചാൽ ഈ ആ കാൽ ചവിട്ടിയാണ് ആ വിശുദ്ധൻ ഈ കടൽവരത്ത് മുഴുവൻ നടന്നത്. പിന്നെ അങ്ങ് വേളാങ്കണ്ണി വരെ നടന്നു. വേളാങ്കണ്ണിയിൽ മൈലാപ്പൂരിൽ നിന്ന് 3 മാസത്തോളം പ്രാർത്ഥിച്ചപ്പോഴാണ് ചൈനയിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടിയത്. അപ്പം മിഷൻ കൊണ്ട് കത്തണം വിശ്വാസികളെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പം ഞാൻ പറയാം. കാര്യം ഫ്രാൻസിസ് സേവ്യർ പൗലോസ് അപ്പോസ്തലൻ കഴിഞ്ഞാൽ പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയാണ്. കം ടു ദി പോയിന്റ്. പ്രത്യക്ഷീണ പ്രാർത്ഥന. സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഇന്നത്തെ നിയോഗമാണ് സമർപ്പിക്കേണ്ടത്. അത് വളരെ വിശ്വാസത്തോടെ കൈകൾ കൂപ്പി കണ്ണടച്ച് ശിരസ് നമിച്ചാണ് നിയോഗം സമർപ്പിക്കേണ്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഫീഡിംഗ് പ്രെയർ എന്ന് പറയും. ഇന്നത്തെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സമർപ്പണ പ്രാർത്ഥന, ദിനാദ്യ സമർപ്പണ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഗ്യാരണ്ടീഡാണ്. കാര്യം കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവും അമ്മയുടെ സാന്നിധ്യവുമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുടെ സ്രോതസ്സ് എന്നാണ് ബിഷപ്പ് ഷീൻ പറയണത്. അതെല്ലാം കൂടി ഉള്ളതാണ് കൃപാസനം ഉടമ്പടി എന്നും പറയുന്നത്. അപ്പോൾ ലെറ്റ് us come to the prayer. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. ആയിരക്കണക്കിന് മക്കളെ കൈകൾ കുപ്പി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണം. സത്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തധമനികളിലെ ശരീര കോശങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ആന്തരികമായ രോഗങ്ങൾ, ആന്തരിക അവയവത്തിൻ്റെ നിർവീക്യങ്ങൾ, സിസ്റ്റുകൾ, മുഴകൾ, ഉച്ച ഉള്ളങ്കാല് വരെ മനുഷ്യരെ ബാധിച്ചൊരു മുഴുവൻ രോഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പൂർണ്ണമായി കഴുകി മാറ്റപ്പെടട്ടെ. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, അങ്ങനെ തിരുക്കുമാരനെ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. കർത്താവെ, മനസ്സിടിഞ്ഞ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിലുണ്ട്. ഇപ്പോഴും കർത്താവെ, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല ഭാരങ്ങൾ കൊണ്ട് മുഖം വിവരണമായ മക്കളുണ്ട്. കടക്കാരിൽ നിന്ന് വരേണ്ട ദിവസമുണ്ട്, കടം കൊടുക്കേണ്ട ദിവസം, കടം കൊടുത്തവർക്ക് തിരികെ കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. പല സർട്ടിഫിക്കറ്റുകൾക്ക് പോകേണ്ടതുണ്ട്. ചില കുടുംബത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി റവന്യൂ ഓഫീസുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളിലും ഒക്കെ പോകേണ്ടവരുണ്ട്. അവർ പോകുന്ന എല്ലാ നിയോഗങ്ങളും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിന് ഏൽപ്പിക്കുന്നു. കർത്താവ്, നിൻ്റെ നാമത്തിൽ ആശ്രയിച്ചവരാരും ലജ്ജിക്കാൻ ഇടയാക്കിയിട്ടില്ല. കർത്താവിന് വലിയ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശരീരം മുഴുവനും ചൊറിയുള്ളവരും സോറിയാസിസ് ഉള്ളവരും ചിരങ്ങുള്ളവരും ത്വക്ക് രോഗക്കാരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. കുഞ്ചിയിൽ കറുത്തിരിക്കുന്നവരെ കാണുന്നുണ്ട്, അവരെയും കർത്താവ് അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീർവീക്കമുള്ള ശരീരങ്ങൾ, കണ്ണിന് കാഴ്ച മങ്ങിയവർ, മുക്കിൽ നിന്ന് എപ്പോഴും വലിപ്പമുള്ളവർ, നവദോരങ്ങളിൽ നിന്നൊക്കെ രക്തം വന്നു പോകുന്നവർ, വ്യത്യസ്തമായ ആക്രമണത്തിലുള്ള ഒരു കർത്താവ്, ബാക്ടീരിയയുടെ വൈറസിൻ്റെ ആക്രമണത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, പനിച്ച് കിടക്കുന്നവർ, കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തത്തെ മക്കൾ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല പല രോഗങ്ങൾക്ക് മരുന്ന് എടുക്കണ കാരണം ചില രോഗങ്ങൾ വന്നിട്ട് മാറാതെ മരുന്ന് ബോഡി അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഈശോയെ അവരെല്ലാം നീ അങ്ങനെയെല്ലാം സ്പർശിക്കണം. കർത്താവ്, ആശുപത്രി കഴിയുന്നവർ, ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിന്നിട്ട് കർത്താവ് അതിൻ്റെ പേര് വിഷമിക്കുന്നവർ, പണമില്ലാത്തതുകൊണ്ട് ഈശോയെ പണം തേടിപ്പിടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ആര് തരുമെന്ന് ആശങ്കയുള്ളവരുണ്ട്. കർത്താവെ, ഓരോരോ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാനും മക്കളെ പഠിപ്പിക്കാനും കല്യാണം കഴിച്ച് വിടാനും വീട് വെക്കാനും ഒക്കെ സാമ്പത്തികമായ മാർഗങ്ങൾ സ്രോതസ് അന്വേഷിക്കുന്ന, ജോലി അന്വേഷിക്കുന്നവരും, കർത്താവെ, താൻ കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് അത് വിത്ത് ഹെൽഡായി പോയിട്ടുള്ള അവിടെ ഉടക്കിപ്പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ മക്കളും മനഃപൂർവ്വം സഹായിക്കാത്തവരുണ്ട്, മനഃപൂർവ്വം ഇട്ട് നടത്തുന്നവരുണ്ട്. അതിൻ്റെ പേരിലെല്ലാം ഓരോ ദിവസവും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ, ലീവ് എടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ലീവ് എടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നവരുണ്ട്. അവരെ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, നിൻ്റെ വലിയ ശക്തിനെ ഇവിടെ മക്കളെ അയക്കണം. ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കർത്താവ് ഡേറ്റ് കിട്ടാത്തവരുണ്ട്.
പല സമയത്തും വിഷമം അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളുണ്ട്. അവരെല്ലാം കർത്താവ് നിന്നിൽ ആശ്രയിക്കുന്നവൻ നാളെ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിന്റെ പേരിൽ ദൈവം ഇന്ന് മഹത്വപ്പെടട്ടെ. ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ഡിസംബർ 3 സന്ദേശം ലുക്കായുടെ സുവിശേഷമാണ്. 5-ാം അധ്യായം 37-ാമത്തെ വചനം. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. സുവിശേഷം 5:36 വായിക്കാൻ പോണേ. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട, ഞാനത് ഈ ദിവസങ്ങളിലെ ഉടമ്പടിയെക്കുറിച്ച് ഒറ്റക്ക് ധ്യാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കാണിത്. അപ്പം ഞാനോട് എന്തെങ്കിലും ഉടമ്പടിയായിട്ട് എന്നാ ബന്ധവും? അപ്പോൾ കർത്താവ് പറഞ്ഞത്, നമ്മൾ ഉടമ്പടി എടുക്കുന്നതോട് കൂടി ഒരു വ്യക്തി പഴയതിൻ്റെ കൂടെ ചേർക്കരുതെന്നാണ് പറയുന്നത്. എല്ലാവർക്കും പറ്റിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ നോക്കണല്ലേ, ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെട്ട നോൺ ക്രിസ്ത്യൻസാണ്, പിന്നെ നോൺ കാത്തലിക്സാണ്. എന്താ കാര്യം? അവർ പഴയതിൻ്റെ കൂടെ പുതിയ ചേർക്കത്തില്ല. അവർ പുതിയതായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കന് വരുന്നൊരു പ്രശ്നം, കത്തോലിക്കന് ഈ വിശ്വാസപ്രമാണവും സ്വർഗസ്ഥനായ നമ്മൾ പറഞ്ഞ ഒരു കുമ്പസാരവും കുർബാനയും ഒക്കെ അറിയാം. അതുകൊണ്ട് അവർ പണ്ട് തന്നെ അവരിങ്ങനെ വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ അടിച്ചു തല്ലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വിചാരിക്കും അത് തന്നെയല്ലേ ഇത്, എന്താ പിന്നെ അത് നമ്മൾ ചെയ്താൽ പോരെ. അതാണ് സംഭവം. അത് പഴയതിൻ്റെ കൂടെ ഈ ഉടമ്പടി എടുത്തവർ പഴയ സംഭവത്തിൻ്റെ എല്ലാ നീർക്കെട്ടലുകളും ശ്വാസ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല പ്രസരിപ്പോടെ ആദ്യമായിട്ട് ഈ സംഭവം ചെയ്യണ പോലെ അതിപ്രസരിപ്പോടെ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. അത് ആദ്യമായിട്ട് തന്നെ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ ഉടമ്പടി ഇന്ന് വരെ നമ്മൾ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളില്ലേ. എത്രയോ പേരാണ് രോഗികളെ കുളിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നഖം വെട്ടി കൊടുക്കുക, അവരുടെ വസ്ത്രം അലക്കുകയൊക്കെ ചെയ്യണം. അതൊക്കെ പണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യമാണ്, പുതിയ കാര്യമാണ്. എത്രയോ പേരാണ് രാവിലെ എഴുന്നേറ്റ് ചോറ് കെട്ടുമ്പോൾ ഒരു ചോറ് പൊതി കൂടി കെട്ടി കൃത്യമായിട്ട്, എനിക്കൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ സാക്ഷി ഞാൻ കേട്ടപ്പോൾ അയാൾ കൃത്യമായിട്ട് 12:30 എവിടെ പോയാലും ആ ഓട്ടോ അയാൾ എടുക്കത്തില്ല. 12:30 മരച്ചുവട്ടൊരു അമ്മച്ചിരിപ്പുണ്ട്, ആരോരും ഇല്ലാത്ത, അവിടുത്തെ കൊണ്ടുവന്ന് ഒരു ചോറ് കൊടുക്കാൻ വേണ്ടി അയാൾ ഓട്ടം കട്ട് ചെയ്യും. അപ്പോൾ എല്ലാം പുതിയ മനുഷ്യരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ദൈവത്തിൻ്റെ ഒരു രീതി അറിയാൻ പറ്റല്ലേ, ഓരോ പുതിയ പ്രഭാതത്തിലും ഞാൻ നിന്നെ പുതിയ സ്നേഹത്തല്ല നമ്മൾ അഭിഷേകം ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് ഉടമ്പടിയോടുകൂടി ഒരു പുതിയ സ്നേഹം വേണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കണ്ട, ദൈവത്തിന്റെ സ്നേഹം പോലും ഓരോ ദിവസവും ഇന്നലത്തെ സ്നേഹമല്ല ഇന്ന്. അപ്പം നമുക്ക് തിരിച്ച് ദൈവത്തോട് കാണിക്കേണ്ടത് എന്താണ്? അത് തന്നെയാണ്. ഇന്നലത്തെ സ്നേഹം ആയിരിക്കരുത് ദൈവത്തോട് നമുക്ക് ഇന്ന് തോന്നേണ്ടത്. അതിനേക്കാൾ കുറയണമെന്നല്ല, അതിനേക്കാൾ കൂടണം. അതാണ് ഈശോ പറയണത്, പുതിയ വസ്ത്രം പഴയ വസ്ത്രം പോലെ ആക്കരുതെന്ന്. കാര്യം ഇവിടുന്ന് പുതിയ വസ്ത്രം കീറിയെടുത്തിട്ട് പഴയ വസ്ത്രം കൂടെ ചേർത്ത് വെക്കരുത്. നിങ്ങൾ ഇവിടുന്ന്, അതായത് അപ്പം പുതിയതും ഡാമേജ് ആവും, പഴയതും ഡാമേജ് ആകും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു പുതിയ സ്നേഹമാണ്.
ഓരോ ദിവസവും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.